നമ്മൾ സ്കെയിലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഏറ്റവും വേണ്ട നമ്മുടെ സ്ഥാപനത്തിൽ ഒരു SOP ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എന്താണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു വ്യക്തിയിൽ അധിഷ്ഠമാണ് നമ്മുടെ ഒരു കാര്യം, ഒരു നല്ല മാനേജറുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അയാൾ വിട്ടുപോയാൽ ആ ഒരു വിഭാഗം താഴെ പോകും എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവം, ഒരാളുണ്ടെങ്കിലേ ആ സ്ഥാപനം നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ആ സ്ഥാപനം സ്മൂത്തായിട്ട് പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പീപ്പിൾ ഡ്രിവൺ ആണ്, ആ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ബിസിനസ് മോഡൽ. പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവം, SOP ഉണ്ട്. അപ്പോൾ ഇന്ന ആൾ എന്താണോ ജോലി ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്ത് പെൻ ഡൗൺ ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ ആക്ടിവിറ്റി, ജീവനക്കാരെ മറക്കുക, ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. സെയിൽസിൻ്റെ പ്രോസസ്സ് എന്താണ്, ഒരു എൻക്വയറി വന്നാൽ എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണത് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ലീഡ് കൺവേർട്ട് ചെയ്യുന്നത് തുടങ്ങി അതിനൊരു പ്രോസസ്സാക്കി. അതിന് നമുക്ക് എക്സ്റ്റേണൽ ഏജൻസികൾ ഉണ്ടെങ്കിൽ പോലും ആദ്യം നമ്മൾ ഇൻറ്റേർണലി ഒരു SOP ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ എക്സ്റ്റേണൽ സപ്പോർട്ട് ചോദിക്കുന്നതാണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം.